ഹായ് ബേബീസ്, നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് റയറായി കിട്ടുന്ന 2 ഐറ്റംസാണ് ഈ കാണിക്കാൻ പോണ കേട്ടോ അന്ന്. അപ്പോൾ കല്ലുമ്മക്കായും ഞണ്ടാണ് ഇന്നത്തെ അവതാരങ്ങൾ. കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തതും ഞണ്ട് കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വേഗം വീഡിയോ ഓഫാക്കി പോയിക്കൊള്ളിട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങളെ ഫേവറേറ്റ് ഐറ്റംസാണ് ഈ ഞണ്ടും കല്ലുമ്മക്കായും. അപ്പം ഞങ്ങളിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനത്തെ 2 ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പുഴുങ്ങിയിട്ടാണ് യൂസ് ചെയ്യൽ കേട്ടോ. അങ്ങനെ പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇറച്ചി മാത്രം എടുത്തിട്ട് അതിൻ്റെ കാഷ്ടം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോന്ന് പേൻ നോക്കണായി മെനക്കെട്ട് കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറേ വാങ്ങിയാലേ കുറച്ചുണ്ടാവുള്ളൂ. ചിലവർക്ക് എരുന്ത് കല്ലുമ്മക്കായ അങ്ങനത്തെ ഐറ്റംസ് കഴിച്ചാൽ വയറുവേദനയൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ അത് അലർജിയുള്ളവരൊക്കെ പറയണേ, പക്ഷെ ഞങ്ങൾക്ക് ഫേവറേറ്റാണിത്. മാത്രമല്ല ഞങ്ങൾക്ക് റെയറായിട്ട് കിട്ടണതാണ്. ചിലർക്കൊക്കെ ഡെയിലി ഇതൊക്കെ ആവും, പക്ഷെ ഞങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റണ ഇഷ്ടമുള്ള വിഭവം ഉണ്ടാക്കും ഇതുകൊണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഇത് ഫ്രൈ ചെയ്യണേന്. അപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതും കോഴിക്കോട് എവിടെയോ പോയി വരുമ്പോൾ കൊടുന്നതാണ് ഈ കല്ലുമ്മക്കായ. അപ്പോൾ സാധാ ഫിഷ് കായം തേക്കണ പോലെ തന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ടുങ്ങാണ്ട് ഒന്ന് കുഴച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുഴച്ചെടുത്തിട്ടാണ്. പെട്ടെന്ന് എണ്ണയൊക്കെ ഒന്നും ഇടണ്ട, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തോളി. കായം തേച്ചിട്ട് എന്നാലല്ലേ കായൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞില്ല വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്ന്, അത് ഫുള്ള് വേവാഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഓൾറെഡി പുഴുങ്ങിയിട്ടാണ് വരിക. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അടച്ച് വെച്ച് കുറച്ച് കുറഞ്ഞ തീയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിക്കണതാണ് ഇഷ്ടം. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് കുറച്ചധികം എണ്ണ ഒക്കെ ഒഴിച്ച് മൂപ്പിച്ചതിന് ശേഷം ഒരു മുക്കാൽ വേവാകുമ്പോൾ ഒരു ഉള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചപ്പും കറിവേപ്പിലും ഇട്ടിട്ട് പിന്നെ ഇളക്കി കൊടുക്കട്ടാ. പിന്നെ ഉള്ളി വേവാൻ നിൽക്കരുത്, ഉള്ളി വേവാതെ തന്നെ എടുക്കണം പാത്രത്തേക്ക്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ കല്ലുമ്മക്കായ ഫ്രൈ. അപ്പോൾ അതാ അടുത്ത അവതാരമാണ് നമ്മുടെ ഞണ്ട് പച്ചക്ക് കത്രികറ്റ് വെട്ടിയിട്ട് നമ്മളതൊക്കെ വൃത്തിയാക്കിയിട്ട് വേവിക്കണവരുണ്ട്, പുഴുങ്ങിയിട്ട് വേവിക്കണവരുണ്ട്. അപ്പം ഞങ്ങളിവിടെ പുഴുങ്ങിയിട്ട് തന്നെയാണ് വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിയിട്ട് അത് അപ്പോൾ കയ്യേറ്റ് തന്നെ വേറെടുത്താൻ പറ്റൂട്ടോ. അങ്ങനെ വേറെടുത്തിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കണോണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഈ ഞണ്ട് കറി. അപ്പോൾ ഞണ്ട് നിങ്ങളെല്ലാവരും ഫ്രൈ ആവും ഗ്രേവി ആവും ഒക്കെ ഉണ്ടാക്കൽ. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ വേവിച്ചതിന് ശേഷം അതിൽ കുറച്ച് പുളിക്ക് 1-2 ഊർക്കാപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാരപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. തേങ്ങാരപ്പിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. തേങ്ങ, ചെറിയുള്ളി, പെരിഞ്ചീരകം, കറിവേപ്പില ഇട്ടിട്ട് നല്ല മൂപ്പിച്ചിട്ട് വറുത്തെടുക്കുക. പിന്നെ എല്ലാം കൂടി അതിലൊന്ന് ഇട്ടിട്ട് ഒന്ന് നല്ലോണം തിളച്ചോട്ടെ. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉലുവയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ നാടൻ ഞണ്ട് കറി റെഡി.